Hello friends, welcome back to my channel. It's me Arif. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാപ്പച്ചിയുടെ അറബിയുടെ സ്വന്തം തോട്ടത്തിലാണ് കേട്ടോ. ഇതൊരു വലിയ തോട്ടമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകൾ നടന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ തോട്ടത്തിലേക്ക് കയറിപ്പോകാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ കാണുന്നത് പ്രാവിനെയാണ്. അപ്പോൾ നമ്മൾ പ്രാവിനെയും കുറേ കണ്ട് പിന്നെ നമ്മൾ അകത്തേക്കൊക്കെ കയറിപ്പോയി. ഗായ്സ്, പ്രാവിൻ്റെ മുട്ടയൊക്കെ കിടപ്പുണ്ട്. പ്രാവ് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഞാൻ നേരത്തെ കണ്ടില്ല, അതാണ് പറയാതിരുന്നത്. ഇപ്പോഴാണ് കണ്ടത്. എവിടെ നോക്കിയാലും കോഴികളും കജൂറും കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. കജൂർ തോട്ടമാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ താറാവുണ്ട്. താറാവ് തോന്നിക്കുന്നത് കജൂറിന് ഇങ്ങനെ വലയ്ക്കകത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. അതാകുമ്പം പഴുത്ത് പൊട്ടി വീഴുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വീഴും ഗൈസ്. എന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് ഗിനിക്കോഴികളും ഒക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഗൈസ്, കാലിക്കൂടാണ് ഗൈസ്. ഇത് കോഴിക്കൂടാണെന്ന് തോന്നുന്നു. കോഴിത്തൂലൊക്കെ കിടപ്പുണ്ട്. സൈഡിലും കോഴിക്കൂട് തന്നെ തോന്നുന്നു. സൈഡിലും കോഴിക്കൂട് തന്നെ. ഗൈസ്, പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു പക്ഷിയുണ്ട്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കയറി പറിക്കാനായിട്ടൊക്കെ. പിന്നെ കോഴിക്കുട്ടീനെ പോലെ ഇരിക്കുന്നു മയിലും കുട്ടി. മയിലിനെ പോലെ കണ്ടില്ലേ? അവിടെ നോക്കി. കോഴിക്കുട്ടീനെ പോലെയാണ് മയിൽ കുട്ടി ഇരിക്കുന്നത്. അമ്മു ചേച്ചി നടന്ന് പറക്കണത്.
ഗൈസ് പിന്നെ ഇവിടെ വെള്ള മഴയിൽ നിൽപ്പുണ്ട്. ഗൈസ് ഇവിടെ മയിലും കുഞ്ഞ് കോഴിക്കുട്ടിയെ പോലെ ആയിരിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മയിലും കുഞ്ഞിൻ്റെ കാണണേ. ഞാൻ ആദ്യം വന്നപ്പോൾ ഗൈസ് എന്താ എൻ്റെ പേര് മറന്നുപോയി, മാന ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു എന്നെ കണ്ടപ്പം. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി അവിടെ നിന്നു. അപ്പോഴാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നതെല്ലാം. ഗൈസ് ഇത് മാനാണ് ഗൈസ്, കുട്ടി മാനുകളാണ്, വലിയ മാനിനെയൊന്നും കണ്ടില്ല അവിടെ നമ്മൾ ചെന്നപ്പം. ഗൈസ് മാൻ കിടക്കുന്ന തൊട്ടിപ്പത്ത് തന്നെ നമ്മളെ യമു ഉണ്ട് ഗൈസ്. 2 യമു ഉണ്ട് ഗൈസ്. ഇനി 3-4 ഉണ്ടാന്നറിയത്തില്ല. അവിടെ സൈഡിലൊരു കൂട് പോലെ അടിച്ചു വച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഗൈസ്. 2 യമു ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കോഴിയും താറാവും അങ്ങനെ പോയിട്ടുണ്ട്. കോഴി, താറാവ്, പിന്നെ ഗിനിക്കോഴി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൃഷികളും ഉണ്ട് കേട്ടോ, നാരങ്ങ, മാതളങ്ങ അങ്ങനെയൊക്കെ കുറേ, ബദാം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുതിരയുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ തൊട്ടടുത്ത് ആടുണ്ട്.
Sima. Go in. നല്ല സമയത്ത് പന്തൊന്നും വിളിക്കുന്നു ഞാൻ സീമയിലുള്ളത്. നീ അവിടെ വെച്ചോ എല്ലാം കറങ്ങി കാണാൻ. അതിൽ കാല് ഇടത് കാല് വെക്ക്. അവിടെ കൈ കൊണ്ട് പിടി. കാല് അപ്പുറത്തേക്ക് വെക്ക്. അപ്പുറത്ത് വരെ കാല് പിടിച്ചോ. ഞാനിങ്ങനെ ആദ്യമായിട്ട് കുതിരയുടെ പുറത്ത് കയറി സഫാരി നടത്തി. നല്ല രസമുണ്ടായിരുന്നു. എന്നെ കുതിര പിടിക്കാൻ പറ്റുമോ? മതിയായില്ലെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കുട്ടി അടിഞ്ഞ് നല്ലോണം ഇഷ്ടപ്പെട്ട്. അത് ഈ ഡോറിൻ്റെ സൈഡിലേക്ക് ഇതേ അതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആടിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോവാനായിട്ടല്ല, അങ്ങോട്ട് നടന്നിട്ട് ഇച്ചിരി കറങ്ങി കണ്ടിട്ട് അന്ന് വീട്ടിൽ പോകുന്നതാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഒരു മയിലിനെ കണ്ടത്. ഇവിടെ മയിലിൻ്റെ കുറച്ച് പീരികളൊക്കെ നമ്മളെടുത്ത് അത് വണ്ടിക്കകത്ത് കിടക്കാണ്, എടുക്കാൻ മറന്നുപോയി. പിന്നെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് താറാവ് നീന്തുന്നത് കണ്ടത്. താറാവല്ല, ഗൂസും താറാവും പ്രാവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആദ്യം കയറിയപ്പോൾ കണ്ടത് പ്രാവാണ്. ഇവിടെ അതിന് കുളിക്കാനായിട്ട് സ്വിമ്മിംഗ് പൂള് പോലെ കിട്ടിയതോ ഗൈസ്, അത് കണ്ടില്ലേ അതിൻ്റെ അകത്ത് കുറേ നിൽക്കുന്ന. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.